ഇതാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സ്വാതന്ത്ര്യ സമര സേനാനി ടിപ്പു സുൽത്താൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ. ഇവിടെ ടിപ്പു സുൽത്താന്റെ പിതാവിന്റെയും മാതാവിന്റെയും ഖബറുകളും ഇവിടെ തന്നെയാണ്. അതുപോലെ ടിപ്പു സുൽത്താന്റെ 2 മക്കളുടെയും സഹോദരിമാരുടെയും മറ്റു കുടുംബാംഗങ്ങളുടെയും എല്ലാം ഖബറുകൾ ഇവിടെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ മൈസൂർ യാത്ര തുടരുകയാണ്. ടിപ്പു സുൽത്താന്റെ തകർന്നടഞ്ഞ പാലസും അതുപോലെ ടിപ്പു സുൽത്താൻ വെടിയുണ്ടയേറ്റ് മരിച്ചു വീണ സ്ഥലവും ഒക്കെ കണ്ടുകൊണ്ട് അടുത്തതായി ഞാൻ കാണാൻ പോകുന്നത് ടിപ്പു സുൽത്താന്റെ ഖബറുള്ള സ്ഥലത്തേക്കാണ്. ഇതാണ് പ്രധാന കവാടം. ഈ കവാടത്തിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ ആദ്യം വലിയ വിശാലമായ ഒരു പൂന്തോട്ടം കാണാൻ സാധിക്കും. ഈ വിശാലമായ പൂന്തോട്ടത്തിന്റെ നടുവിലൂടെ തന്നെ ആ ഖബറിന്റെ അരികിലേക്ക് നയിക്കുന്ന ഒരു പാതയുമുണ്ട്. ഈ കാണുന്ന വിശാലമായ പൂന്തോട്ടത്തിന്റെ മധ്യത്തിൽ ഒരു ഉയർന്ന പ്ലാറ്റ്ഫോമിലാണ് ഈ ഗുംബസ് അഥവാ ഖബർ സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്ന തൂണുകളുണ്ടല്ലോ, അത് ഗ്രാനൈറ്റ് മെറ്റീരിയലാണ്. ഇതാണ് താഴികക്കുടത്തെ താങ്ങി നിർത്തുന്നത്. അങ്ങനെ ഗുംബസിന്റെ പുറമെയുള്ള കാഴ്ചകളെല്ലാം കണ്ട് ഞാൻ ഗുംബസിന്റെ അകത്തേക്ക് പ്രവേശിച്ചു. ഇതിന്റെ അകത്ത് 3 ഖബറുകളാണുള്ളത്. ആദ്യം കാണുന്നത് ടിപ്പു സുൽത്താന്റെയും, നടുവിലായി ടിപ്പു സുൽത്താന്റെ പിതാവ് ഹൈദരലിയുടെയും, ഏറ്റവും അവസാനമായി ടിപ്പു സുൽത്താന്റെ മാതാവ് ഫഖറുന്നീസയുടെയും ഖബറാണ് ഇതിന്റെ അകത്തുള്ളത്. മൈസൂർ കടുവ എന്ന് വിളിക്കപ്പെട്ട ടിപ്പു സുൽത്താന്റെ ചിഹ്നം കടുവയായിരുന്നു. അദ്ദേഹത്തിന്റെ എല്ലാ രാജകീയ സ്വകാര്യ വസ്തുക്കളിലും ആ ചിഹ്നം ഉപയോഗിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഖബറുള്ള ഈ ഗുംബസിനകത്ത് ചുമരുകളിലും കടുവയുടെ വരകൾ പെയിന്റ് ചെയ്തിട്ടുണ്ട്. ഖബറിന്റെ പുറം ചട്ടയും കടുവയുടെ വരയുള്ള ഒരു തുണിയാണ്. ഈ ഗുംബസിന്റെ വരാന്തയിൽ ടിപ്പു സുൽത്താന്റെ കുടുംബാംഗങ്ങളുടെ പലരുടെയും ഖബർ ഇവിടെയാണ്. ടിപ്പു സുൽത്താന്റെ മാതൃ സഹോദരിയും ടിപ്പു സുൽത്താന്റെ സഹോദരിമാരും അവരുടെ ഭർത്താക്കന്മാരും മറ്റു കുടുംബാംഗങ്ങളുടെ എല്ലാം ഖബർ ഇവിടെയാണ്. ചരിത്രപരമായി പ്രാധാന്യമുള്ളതോടൊപ്പം മികച്ച വാസ്തുവിദ്യയും ഈ ഒരു ഗുംബസിൽ കാണാവുന്നതാണ്. ഈ ഒരു സമുച്ചയത്തിനുള്ളിൽ തന്നെ മസ്ജിദ് ഇ അഖ്സ എന്നറിയപ്പെടുന്ന ഒരു പള്ളിയുമുണ്ട്. ഇവിടെ കയറി ഞങ്ങൾ ളുഹറും അസ്റും ഒക്കെ നിസ്കരിച്ച് പുറത്തിറങ്ങുമ്പോൾ തന്നെ ടിപ്പു സുൽത്താന്റെ ഭാര്യ റുഖിയ ബീവിയുടെയും ടിപ്പു സുൽത്താന്റെ 2 ആൺമക്കളുടെയും എല്ലാം ഖബറുകൾ ഇവിടെ തന്നെയാണ് കാണുന്നത്. അങ്ങനെ ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് ഞാൻ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി മൈസൂർ യാത്ര തുടരുകയാണ്.